ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചായക്കടയിലൊക്കെ ഒരു മഞ്ഞ കളറിൽ പുറത്ത് പഞ്ചസാര കോട്ടിങ്ങൊക്കെ ഉള്ള ഒരു ഐറ്റം ഉണ്ടല്ലോ, അറിയായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് മടക്കെന്നോ അല്ലെങ്കിൽ മടക്ക് സാനെന്നോ പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ കാജ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ട നമ്മളെ മഞ്ഞ കളറിൽ പുറത്ത് നല്ല പഞ്ചസാര കോട്ടിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാത്ത ആളുകൾ ആരും കാണില്ല എന്തായാലും. അത് ഇഷ്ടപ്പെടാത്ത ആളുകളും നല്ല ക്രിസ്പി ആയിട്ട് ലെയറോട് കൂടിയ ഒരു ഐറ്റമാണ് ഇത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഒരു ഐറ്റമാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പം 2 പ്രാവശ്യം ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത് ഒരിക്കൽ പോലും ഇത് ഫ്ലോപ്പ് ആവാത്തൊരു റെസിപ്പിയാണ്. ഓണം സീരീസിൽ 3ാമത്തെ പലഹാരമാണ് ഇത്. യൂട്യൂബ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇത്തിരി സ്പീഡായിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നോട് ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ഐറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ 3/4 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതായത് എത്രയാണോ മൈദ അതിൻ്റെ പകുതി വെള്ളമാണ് എപ്പോഴും എടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഞാൻ ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്, മഞ്ഞ ഫുഡ് കളറ്. പിന്നെ അല്ലാതെ 1 കപ്പ് പഞ്ചസാര കൂടെ വേണം. ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പും പഞ്ചസാരയും ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൂടെ തന്നെ 1/4 ടീസ്പൂണ് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ മഞ്ഞ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കറിക്ക് വയ്ക്കുന്ന മഞ്ഞ ചേർത്താൽ ഈ ഒരു കളർ കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കളറാണ് ചേർത്ത്. ഇനി മൈദയിലേക്ക് നമുക്ക് ഈ കളർ ചേർത്ത വെള്ളം ഒന്ന് ചേർത്ത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം കേട്ടോ. അപ്പം ഈ വെള്ളം കറക്റ്റായിരിക്കും, ഇത്രയും തന്നെ കറക്റ്റായിരിക്കും. അഥവാ വേണ്ടി വരണമെങ്കിൽ ചിലപ്പോൾ 1 ടീസ്പൂൺ ആയിരിക്കും നമുക്ക് കൂടുതൽ വേണ്ടി വരുള്ളൂ. ഇത് കറക്റ്റാണ് ഞാൻ എടുത്തത്. ഇത് എപ്പോഴും ഇത്ര എടുക്കാവും കേട്ടോ, ഇല്ലെങ്കിൽ അത് മൈദ നമ്മൾ കുഴയ്ക്കും ഭയങ്കരമായിട്ട് ലൂസായി പോവും. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഒരു 30 മിനിറ്റ് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് തൊടുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി ഇതിനെ ഒരു 3ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പം 3ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. കാരണം വെച്ചാൽ ഒരുമിച്ച് പരത്താൻ നമുക്ക് പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാനിപ്പം അതിനെ ഒന്ന് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഈക്വൽ പോർഷനായിട്ട് തന്നെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഈ ഒരു പരത്തുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരണം. ഇനി നമുക്ക് വേണ്ട അരിപ്പൊടിയാണ് എടുക്കണം. മൈദ ഒന്നും എടുക്കരുത്. ഈ അരിപ്പൊടി തന്നെ നമ്മൾ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെ ഒന്ന് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് നമുക്ക് ചെയ്യുന്നതാണ് സൗകര്യം. കാരണം ഇത് എത്രത്തോളം നൈസായിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയൊന്ന് ഒന്ന് ആദ്യത്തെ ഒരു ബോൾസ് ഞാനിപ്പോൾ ഒന്നങ്ങനെ ചെയ്യുകയാണ്. ഈ ഒരു കണക്കിനാണ് ഞാനിപ്പം ഒന്ന് പരത്തിയെടുത്തത്. അടുത്ത ബോൾ ഇതുപോലെ ഒന്ന് പരത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇത്രയാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. നമ്മൾ ഈ പരത്തുന്നതാണ് ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ട്. അപ്പം വെള്ളം ഒന്നും കൂടിപ്പോകരുത്. ഇത്രയെങ്കിൽ നമുക്ക് ഈ ഒരു കണക്കിന് പരത്തിയെടുക്കാൻ കഴിയില്ല കേട്ടോ. അപ്പം ഞാനിപ്പം 3 ഷീറ്റ് അതുപോലെ ഏകദേശം ഒരേ വലിപ്പത്തിലൊന്ന് പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് കുറച്ച് നേരം വേണമെങ്കിൽ ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ അതിൻ്റെ പുറത്ത് ഞാനൊരു 15 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്ത് വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പരത്തിയതിലോട്ട് ഞാനിപ്പോൾ എണ്ണയാണ് ആദ്യം ഈ മഞ്ഞ കളർ നമ്മൾ നനഞ്ഞ് കാണുന്ന എണ്ണയാണ്. അത് പലതും കട്ടായി പോയിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ക്യാമറ. അപ്പം ആ എണ്ണയുടെ പുറത്താണ് ഞാൻ ഇപ്പം നല്ല കട്ടിക്ക് തന്നെ അരിപ്പൊടി വിതറിയിട്ടുണ്ട്. അരിപ്പൊടിയോ യൂസ് ചെയ്യുക, മൈദയോ ഗോതമ്പോ പൊടിയോ ഒന്നും ചേർക്കരുത്. എങ്കിൽ ഈ വെള്ളം ഈ അരിപ്പൊടിയൊന്ന് നമുക്ക് വലിച്ചെടുത്തിട്ട് നമുക്കൊരു കണക്കിനത് കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ പുറത്ത് ഞാൻ വേറൊരു ഷീറ്റ്, 2ാമത്തെ ഷീറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ പുറത്ത് ഇതുപോലെ തന്നെ ഒരു എണ്ണ നന്നായിട്ടൊന്ന് തൂക്കിയിട്ടുണ്ട്, നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും ഞാൻ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 3ാമത്തെ ഷീറ്റ് വെക്കുകയാണ് കേട്ടോ. വെച്ചിട്ട് ഇനി നമുക്ക് എന്തെയാണെന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാണിച്ച് ഈ എണ്ണ ഇതൊക്കെ ഒന്ന് അബ്സർവ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് ഇരിക്കാനാണ്. ഞാൻ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വീണ്ടും എടുത്ത് കേട്ടോ. ഇതായപ്പം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മൊത്തമായിട്ട് നന്നായിട്ടൊന്ന് പരത്തണം കേട്ടോ. അപ്പം ഇത് കണ്ടല്ലോ, ഇതുപോലെ ലെയറായിട്ട് നമുക്ക് ഇരിപ്പുണ്ട്. ഇനി ഇതിനെ എത്രത്തോളം നമുക്ക് പരത്താൻ പറ്റുമോ അത്രത്തോളം നീട്ടി തന്നെ നന്നായിട്ട് പരത്തണം കേട്ടോ. അപ്പം ഇതിൽ ഈ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്, ഈ പരത്തുന്ന ഈ ഒരു ഇതാണ് നമുക്കെങ്കിലേ ഈ എത്രത്തോളം നമ്മൾ വലുതായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ലെയറുകൾ വരും. അതാണ് ഇതിൻ്റെ ഒരു മെച്ചം. അതുകൊണ്ട് എത്രത്തോളം നീട്ടി നമുക്ക് പരത്താൻ പറ്റും അത്രത്തോളം. കാരണം ഇത് 3 ഇതൊക്കെ പെട്ടെന്നൊന്നും പൊട്ടിയൊന്നും പോവില്ല. കാരണം വെച്ചാൽ 3 ഷീറ്റിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാനിപ്പോൾ 3 എണ്ണമാണ് എടുത്തത്. നിങ്ങൾക്ക് ഒരു 5 എണ്ണം വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ പിന്നെയും ചെറുതാക്കി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. 5 ഒക്കെ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ 3 എണ്ണം ഇട്ട് ചെയ്തതേ ഉള്ളൂ. ഇപ്പം നീട്ടി ഞാനിപ്പം കൗണ്ടർ ടോപ്പ് ഇട്ടാണ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് 3 എണ്ണം ഇട്ട് ചെയ്തതാണ്. ഇതുപോലെ നല്ല നീട്ടി തന്നെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ.
അപ്പം നീ അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഈ കാണുന്ന പോലെ ഇത്രയും ഒരു വീതിക്ക് ഏകദേശം ഒരു 1.5 ഇഞ്ച് വരും കേട്ടോ. ഈ ഒരു വീതിക്ക് ഇങ്ങനെ മടക്കണം. കണ്ടോ, നമ്മളിപ്പോൾ ഇപ്പം ഇത്രയും നീളം ഉണ്ടല്ലോ, അപ്പോൾ മടക്കി വരുമ്പോൾ അത്രയ്ക്കും നമുക്ക് ലെയർ കിട്ടും. അങ്ങനെയാണ് ഈ മടക്ക് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഈ ഒരു പ്രോസസ്സാണ് ഇതിൽ ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ മടക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്തെടുക്കുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഞാനിപ്പം അതൊന്ന് ഒത്തിരി സ്പീഡ് കൂട്ടാതെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി തന്നെയാണ്. ഈ ഒരു കണക്കിന് തന്നെയാണ് ഞാൻ ആ വീതിക്ക് ഇങ്ങനെ മടക്കി കൊണ്ടുവരികയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ചായക്കടയിലും ഒക്കെ ഇത് ഇരിക്കണതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേട്ടാ അതുകൊണ്ട് മിക്കവാറും ഇവിടെ വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. ഇതുപോലെ ഉണ്ടാക്കാൻ മടിച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്നും ഉണ്ടാക്കി നോക്കുന്നത്. അപ്പം 2-3 പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു അറ്റം ഉണ്ടല്ലോ, നമുക്ക് ഇനി വെള്ളമോ എന്തെങ്കിലും തൊട്ട് അല്ലെങ്കിൽ മൈദ ഒന്ന് നനച്ചിട്ട് കുഴച്ചിട്ട് അത് ഇട്ട് ഒട്ടിച്ചാലും മതി. ഞാനിപ്പോൾ വെള്ളമാണ് എടുത്തത്. വെള്ളം വെച്ച് പ്രസ് ചെയ്ത് ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ഇരിക്കില്ലാന്നൊരിതുണ്ടെങ്കിൽ ഇത്തിരി മൈദ വെള്ളത്തിലൊന്ന് ചേർത്തിട്ട് അത് വെച്ചൊന്ന് ചെയ്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇങ്ങനെ സൈഡിലോട്ട് നീക്കിയിട്ട് ഈ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കളയാം. കാരണം വെച്ചാൽ അവിടെ നമുക്ക് അത്രയ്ക്ക് ലെയർ വരില്ല. കാരണം വെച്ചാൽ എന്താണ്, ഇപ്പം ഞാനതും എടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ആർക്കും കൊടുക്കാനല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത് എടുക്കും. പക്ഷേ നമുക്ക് ശരിക്കും അതങ്ങ് വേണ്ട കേട്ടോ. അപ്പം ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വേറെ പുറത്തൊക്കെ നമ്മൾ സെയിൽ ചെയ്യണമെങ്കിൽ ആ ഭാഗം എടുക്കരുത്. ഇല്ല, നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ വീട്ടിലത്തേക്കാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ സൈഡിലൊക്കെ ഒട്ടിപ്പിളവുന്നുണ്ട്. അപ്പോൾ വെള്ളം ഞാനിപ്പോൾ ചേർത്തുകൊണ്ടാണ്, വെള്ളമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ഇത്തിരി മൈദ ഒന്ന് കുഴച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇത് സാധാരണയായിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ 5-ാം മാസം 7-ാം മാസമൊക്കെ അറിയിപ്പുണ്ടല്ലോ, അപ്പോൾ അതിലും ഒരു പലഹാരമാണ് ഇത്. ഒരേ വലിപ്പത്തിനുള്ള ഈ ഒരു കണക്കിന് ഞാനിപ്പം ഇത്രയും പീസാക്കി ഞാനതിനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറ്റം രണ്ടും നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ ഏണ്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പീസ് എടുത്ത് അതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ചെയ്താൽ മതി. നമ്മുടെ മടക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കണക്കാണേ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. ഒരു കപ്പ് പഞ്ചസാരയിൽ 3/4 കപ്പ് അല്ല അതിലും കുറഞ്ഞ് 1/2 കപ്പ് നമുക്ക് മതിയാവും. അതും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മറ്റൊരു പാനിൽ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ പാനിൽ ഞാനിപ്പം എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ചാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഓരോന്നായിട്ട് ഇടുകയാണ്. അപ്പോൾ ഇനി ഇടുമ്പം ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്, ഇത് ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെക്കാൻ പാടില്ല കേട്ടോ. ഒരു ലോ ടു മീഡിയം അത്രയും മതി വെച്ച്. ഇത് പെട്ടെന്നാവും, കാരണം വെച്ചാൽ മൈദയാണ് നമ്മൾ പൊങ്ങി വരുന്നുണ്ടല്ലോ. അപ്പം ഇതുപോലെ നമ്മൾ ലോ ഫ്ലെയിം ഇട്ട് തന്നെ ചെയ്യണേ. ഇല്ലെങ്കിൽ ഈ മഞ്ഞ കളറെന്നുള്ളത് ഒരുമാതിരി അങ്ങ് ചുവന്നങ്ങ് വല്ലാത്തൊരു വേറൊരു കളറോട്ട് പോകും. നമുക്ക് ആ മഞ്ഞ കളറാണ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പം അതങ്ങനെ ഇട്ട് തന്നെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് നമുക്ക് എടുക്കാം കേട്ടോ. എളുപ്പമാണ് ഇത്. തീ പരത്തി കഴിയുന്ന കാര്യമേ ഉള്ളൂ. ഇത് അപ്പുറത്ത് പഞ്ചസാര ഏകദേശമൊക്കെ അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഏകദേശം ഒരുമിച്ചാവും. ഞാനിപ്പോൾ ഫസ്റ്റ് ഈ ഒരു കളർ നമുക്ക് പുള്ളിയൊക്കെ വരുന്നുണ്ട്, കണ്ടല്ലോ. കറക്റ്റായിട്ട് ലെയറൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം വളരെ സിമ്പിളാണ്. ഞാനിപ്പം ഈ ഒരു 2-3 പ്രാവശ്യം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സമയം നമുക്കൊരു 15-20 മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയമാണ് നമുക്കിതിലാകെ വേണ്ടിയത് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ ഇപ്പോൾ ബാക്കി ഇവിടെയൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കി ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ മടക്ക് നല്ല റെഡിയാക്കി ഞാനിപ്പം എടുത്തിട്ടുണ്ട്. ഈ ഒരു കണക്കിനാണ്. നല്ല ക്രിസ്പിയായിട്ട് ലെയറൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എത്രത്തോളം നീട്ടി നമുക്ക് പരത്താൻ പറ്റുമോ അത്രയ്ക്ക് നമുക്ക് ലെയർ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആ ഷുഗർ സിറപ്പ് ഒന്നുകൂടെ ഞാൻ എടുത്തൊന്ന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഒരു നൂൽ പരുവാക്കി കിട്ടണം. ഞാൻ പിന്നെ അതിൽ കൂടെ ഒന്ന് അലിയിക്കാൻ വേണ്ടിയാണ് അവിടെ വെച്ചത്. ഇനിയിപ്പം നമുക്ക് ഒന്ന് നോക്കണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരു നൂല് പരുവായിട്ടുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഒരു നൂലിങ്ങനെ വേണ്ട ഈ ഒരു കണക്ക് നമുക്കിപ്പം ഷുഗർ സിറപ്പ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് ചൂടോടെ തന്നെ നമ്മൾ മടക്ക് സാധനം ഇതിൽ ഇട്ട് ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്യുക എടുക്കുക, അത്രയും മതി കേട്ടോ. ഈ ഒരു കണക്കിന് കണ്ടല്ലേ. ഇപ്പം നമുക്ക് ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഈ പുറത്ത് നല്ല കോട്ടിങ്, നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കോട്ടിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചായക്കടയിൽ നമ്മളെ ഇരുന്ന് കൊതിപ്പിക്കുന്ന മടക്ക് സാധനമെന്നോ മടക്കെന്നോ അല്ലെങ്കിൽ പുറത്തൊക്കെ വേറെ സ്ഥലങ്ങളിൽ കാജ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. പിന്നെ ഏനസ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരിൽ ഇത് അറിയപ്പെടുന്നത്, കണ്ണൂർ ഭാഗത്തൊക്കെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പം ഇതാണ്. അപ്പോൾ എത്ര മിനിറ്റ് എടുത്ത് നമുക്കിത് ചെയ്യാനായിട്ട്? ഏകദേശം ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ലെയറും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ടല്ലോ. അപ്പോൾ ഇതൊരു ഓണപ്പലഹാരമാണ് കേട്ടോ. ഞാനിപ്പം 2 അപ്ലോഡ് ചെയ്ത് ഇത് 3-മത്തെയാണ്. കുട്ടികൾക്ക് ഇപ്പോൾ
ഓണ വെക്കേഷനൊക്കെ ആയി കഴിഞ്ഞു. അപ്പം കുട്ടികൾക്കൊക്കെ വീട്ടിലത് ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് കെമിക്കലൊന്നും ഇല്ലാതെ ശരിക്കും പഞ്ചസാര തന്നെ അത് കഴിക്കാം. പുറത്തുനിന്നൊക്കെ ആണെങ്കിൽ എന്ത് സാക്രിൻ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ആയിരിക്കും കലക്കി ചേർക്കുന്നത്. അപ്പം നമുക്ക് വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ നമുക്ക് അറിയാം എന്താണ് നമ്മൾ ചെയ്തതെന്ന്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഞാനിപ്പോൾ 8 എണ്ണയും ഞാനിപ്പോൾ കോട്ട് ചെയ്ത് എടുത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ ഒരു 2-3 മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് കോട്ട് ചെയ്താൽ ചേട്ടൻ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം വെച്ചാൽ അതിലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. മധുരത്തിൻ്റെ ഇതില്ലെന്നേ ഉള്ളൂ. പക്ഷേ നല്ല എന്തായാലും മധുരം വെച്ചും വെക്കാതെയും ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റുന്നതന്നെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.